ആര്? വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദു മേനൻ. എന്റെ ഫോമർ പട്ടമഹിഷി. അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളെപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളും ഒക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ. എന്റെ മോനെവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ? അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവോഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്. നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല, നിങ്ങളുടെ മകൾക്ക് പോലും. താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും. മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം. ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടുക്കും. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ മെഡൽ. എപ്പോ എവിടെ വെച്ച് എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് കളം തല്ലി പൊട്ടിച്ചാലല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും പന്നി. നീ പുറമോർക്കെ. അല്ല, അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്നത്? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവും. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ. മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല. ഐ ലവ് യു ഡാഡ്. കാണാതാകും മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും. ഐ ലവ് യു ടു. അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി, ഞായറാഴ്ചയാവാനുള്ള കാത്തിരിപ്പ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ്. തനിക്കറിയില്ല ബോബി, മകന്റെ രൂപം കാണാതെ അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം. കാം ഡൗൺ മിസ്റ്റർ രാജീവ്. തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം. കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. അവിടുന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം. മനസ്സിലായില്ല. ഇപ്പോ ഏത് കേസിനും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ സമീപിക്കുന്ന കാലമാണല്ലോ. എന്തുകൊണ്ട് നമുക്കും ആ വഴി നീക്കൂടാ?
ആ എത്തിയല്ലോ. ഏതായാലും മകനോട് സ്നേഹമുള്ള അച്ഛനമ്മമാരാണെന്ന് മനസ്സിലായി. എന്റെ മോനെവിടെ? തിരക്ക് കൂട്ടാതെ രാജീവ് സാറേ, ഏത് കാര്യത്തിനും അതിന്റേതായ നടപടിക്രമങ്ങളില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് എത്ര തന്നെ ആയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഇന്ദുമേനോനോ? കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലക്ഷങ്ങളുടെ കണക്കനുസരിച്ച് മോനെ 2ആയി മുറിച്ച് പങ്കുവച്ചു തരാം. എന്താ, സമ്മതമാണോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇടനിലക്കാരനായ എനിക്ക് എന്ത് അവകാശം? യാതൊരു അവകാശമില്ല. പക്ഷേ അവകാശമുള്ള ഒരാളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് സച്ചിനെ തേടിപ്പിടിച്ച് ഈ കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്ത ഒരാൾ. സച്ചിനെ കസ്റ്റഡിയിൽ വെച്ച് ഒരു അജ്ഞാതനാണെന്ന മട്ടിൽ ഫോൺ ചെയ്യുക, എന്നിട്ടൊരു ഒഴിഞ്ഞ കെട്ടിടം കണ്ടെത്തി പണവുമായി അവിടെ എത്താൻ പറയുക. എന്തിനായിരുന്നു അച്ഛാ ഈ വിഡ്ഢിവേഷം കെട്ടൽ എന്നല്ലേ നിന്റെ ചോദ്യം? വിഡ്ഢിവേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാ നിങ്ങൾ. അച്ഛാ, ഒരു ക്ഷമാപണത്തിലോ പുഞ്ചിരിയിലോ ഒതുക്കാവുന്ന വെറും ഒരു സൗന്ദര്യപ്പണക്കം അത് വളർത്തി വലുതാക്കി കോടതിയിൽ എത്തിച്ച നിങ്ങളല്ലേ? ആരും ആരുടെ അടിമയല്ലെന്ന ഈഗോ ക്ലാഷും ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണെന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിൽ കൊണ്ടു നടന്നത് നിങ്ങളല്ലേ? അതിനിടയിൽ സ്വന്തം മകന് വേണ്ടത് എന്താണെന്ന് മറന്നുപോയില്ലേ? മകന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങൾ ആദ്യം വേണ്ടത് സ്വന്തം മനസ്സിലുള്ള ഈഗോയും കോംപ്ലക്സും ഉപേക്ഷിക്കുകയാണ്. അവനെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മാതൃക കാട്ടി അവന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. അല്ല, മകനിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് വീണ്ടും കൊത്തിക്കീറാനാണ് ഭാവമെങ്കിൽ ഇല്ല, നിങ്ങളുടെ മകൻ നിങ്ങളെ വെറുക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ല, നിങ്ങളും ഞാനുമല്ല. മോനെ, എന്റെ പൊന്നുമോൻ ആരുടെ കൂടെ പോണം? എനിക്ക് അച്ഛനെ അമ്മയും വേണം. കേട്ടില്ലേ? ഈ കുരുന്ന മനസ്സാഗ്രഹിക്കുന്നതും അത് തന്നെ. കട്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടലേഴ് കടന്ന് നിങ്ങളുടെ പുത്രം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കേ, രണ്ടുപേരെ ബേസ്കറ്റ് ഒന്നല്ലേ നോക്കേ. ഇവനൊരു ചോക്ലേറ്റ് കുട്ടിയല്ലേ? ഈ ചോക്ലേറ്റോ? അയ്യടാ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനല്ലേ? ഒറിജിനൽ കൊണ്ട് പോണോ? വാടാ, നിനക്ക് അച്ഛനമ്മ വേറെ ഉണ്ടാക്കി തരാം.